ഇന്നൊരു വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സ്വീറ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ചൊവ്വരി വെച്ചിട്ടാണ് കേട്ടോ ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇത്തിരി ചൊവ്വരി ആവശ്യമായിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന എത്ര പേർക്ക് വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയതിന് ശേഷം നമുക്ക് ഒന്നിത് തിളപ്പിച്ച് നല്ല ഗ്ലാസ് പരുവത്തിലായി വരുമല്ലോ. ഇത് തിളച്ച് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ആ ഒരു ടെക്സ്ചറിലായിരിക്കും ഉണ്ടാവുക. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ചൊവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു ഗ്ലാസ് പരുവം നമ്മളിങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ ഒരു ലുക്കിൽ കാണൂലേ, അപ്പം നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റിയെടുത്തിട്ട് ജസ്റ്റ് അതിലേക്കൊരു ഇത്തിരി ഐസ് വാട്ടർ അല്ല, നോർമൽ വാട്ടർ ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു പറ്റിപ്പ് ഉണ്ടാവില്ല, അത് മാറി കിട്ടുള്ളൂ. എന്നിട്ട് അവിടെ കംപ്ലീറ്റ് വെള്ളം പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്കിവിടെ 1 ലിറ്റർ പാല് വെള്ളമൊന്നും ചേർക്കാത്ത രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ചൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് തൂവിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. കുറുകി അതിൻ്റെ മുകളിലേക്ക് പാടയൊക്കെ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കില്ല, ആ ഒരു രീതിയിൽ വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. 2-3 ഏലക്കയും കൂടെ ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കാത്ത പാലായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചൊവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പായസത്തിൻ്റെ ആ പരുവത്തിൽ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. നല്ല അഭിപ്രായങ്ങളായാലും ഒക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 250 ഗ്രാം അളവിലുള്ള വൈറ്റ് ചോക്ലേറ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. നന്നായി മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് കുടിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ പാൽപ്പായസത്തിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് കേട്ടോ. എന്നാലും ഇഷ്ടമായി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലൊന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല നേരിയ ചൂടോടെ കൂടി തന്നെ കഴിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.